ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് അബുദാബി അൽവദമാലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു ഐറ്റം കണ്ട്. നീരാളിയാണ് ഐറ്റം. ഇവനെ ഒന്ന് മേടിച്ച് ഫ്രൈ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ എന്തായാലും സംഭവം എടുത്തിട്ടുണ്ട്. നേരെ റൂമിൽ വന്ന് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം നമുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നീരാളി ഉണ്ടാക്കുന്നത്. യൂട്യൂബിലൊക്കെ തപ്പി കുറച്ച് വീഡിയോസ് കണ്ടു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. എന്തായാലും നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തൊലി ഒന്ന് നമുക്ക് പൊളിച്ചെടുക്കണം. ഈസി ആയിരുന്നു, വലിയ പാടൊന്നും ഇല്ലായിരുന്നു, പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവനെ നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നല്ല വെള്ളത്തിൽ നന്നായി 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി കഴുകി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത് അവൻ്റെ തലയാണ്. തല ഞാൻ എടുക്കുന്നില്ല കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് ഇവൻ്റെ പല്ലാണ്. ഈ പല്ല് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് ഊരി ഇങ്ങ് പോരും. ഇനി നമുക്ക് ഇവനെ നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അതിനുവേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇടുന്നുണ്ട്. ചൂട് വെള്ളത്തിലേക്ക് വീണപ്പോൾ തന്നെ കറക്റ്റ് ഒരു നീരാളിയുടെ ഷേപ്പിലേക്ക് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നന്നായിട്ട് ഇവനൊന്ന് പുഴുങ്ങി സെറ്റായി വരട്ടെ. ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇവനെ ഇട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കട്ടി ഒന്ന് കുറച്ച് കൂടിയിട്ടുണ്ടേ. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി നമുക്ക് ബാക്കി കാര്യം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു മസാല റെഡിയാക്കണേ. മസാലയ്ക്ക് വേണ്ടി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ മസാല റെഡിയാക്കുന്നത്. പ്രത്യേകിച്ച് അതിന് വേറെ കൂട്ടുകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. മിക്സ് ആക്കുന്നതിൻ്റെ കൂടെ ഒരു നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഈ മസാല നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ മിക്സ് ആക്കി വെച്ച മസാലയിലേക്ക് നമുക്ക് നമ്മുടെ നീരാളിക്കുട്ടനെ ഇറക്കി വെക്കാം. എന്നിട്ട് ഈ മസാല നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നൈസായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു കുറച്ചൊരു 10 മിനിറ്റോളം അത് മാറ്റി വെക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മസാല എല്ലാം തേച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി തുടങ്ങാവേ. അപ്പോൾ പാൻ വെക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ നീരാളീനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അവർ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. 2 സൈഡും നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം.